ഹലോ, അപ്പം നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ചെമ്മീനും മുരിങ്ങക്കായും ചേർത്തിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ, പച്ചമുളക്, തക്കാളി, വേപ്പില, മുരിങ്ങക്കായ, ഒരു 4 മുരിങ്ങക്കായാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് നമുക്കൊരു 3 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നമുക്ക് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇതിലേക്ക് പുളി ചേർക്കണം. അത് നമ്മൾ മുരിങ്ങക്കായ കുറച്ചൊന്ന് വെന്തതിന് ശേഷം നമുക്ക് പുളി ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് ഒന്ന് മൂടി വെച്ച് വേവിച്ച് വേവുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചെമ്മീനും മുരിങ്ങക്കായും കൂടി മിക്സ് ചെയ്ത് വേവുമ്പോൾ അതിനൊരു നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മുടെ കറിക്ക് അനുസരിച്ചൊരു അളവ് നമുക്കറിയാലോ. അപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് ഇവിടെ എടുക്കുന്നത് അരപ്പിന് വേണ്ടി. നമുക്കതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ മുരിങ്ങക്കായ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കുടപ്പുളി ചേർത്ത് കൊടുക്കാം. കുടപ്പുളി വേണമെന്നുണ്ടെങ്കിൽ കുടപ്പുളി, അല്ലാത്തവർക്ക് കോൽപ്പുളി ചേർക്കാം, അല്ലെങ്കിൽ മാങ്ങ ചേർത്താൽ അതിലും ടേസ്റ്റാണ്. മാങ്ങ ഇട്ട് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെയാണ്. അപ്പം ഞാനിവിടെ കുടപ്പുളിയാണ് ചേർക്കുന്നത്. ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. ഏകദേശം എല്ലാം വെന്തിട്ടുണ്ടെങ്കിൽ ആ കുടപ്പുളിയുടെ പുളിയും കൂടി ഒന്ന് അതിൽ നമുക്ക് പിടിക്കുക വേണ്ടു. നന്നായി വറ്റിയിട്ടുണ്ട് കറിയൊക്കെ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി അടുത്തായി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചുവന്നുള്ളി താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മളെ ചെമ്മീൻ കറീനേലും ഒരു നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും എല്ലാം ഒത്തിണങ്ങിയൊരു കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.